ഹായ് എവരിവൺ, വെൽക്കം ടു ആദംസ് വേൾഡ്. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഒരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മഷ്റൂം റോസ്റ്റാണ് ഇത്. മഷ്റൂം റോസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മഷ്റൂമാണ്. അത് ഞാൻ കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിക്ക ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ചെറിയ സവോള കട്ട് ചെയ്തു. അതേപോലെ 2 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക്, കുറച്ച് സോസ്, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇടിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണാണ് ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് അടുപ്പൊന്ന് ഓൺ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കടുക് ഇട്ട് നമുക്ക് ഒന്ന് പൊട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പാനിനകത്ത് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചു. ഇനി ഞാൻ കറിവേപ്പില ഇടുകയാണ്. അടുത്തതായി ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചതാണ്. ഇടികല്ലിലിട്ട് ചതച്ചതാണ്. അത് ഇട്ടിട്ട് ആ പച്ചമണം ഒന്ന് മാറണം. അത് ഇത്തിരി അരഞ്ഞു പോകരുത്, ചതച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കട്ട് ചെയ്ത സവാള അതിലേക്കിടുക. ഇത് നല്ല ഗോൾഡൻ കളറാകണം. എന്നിട്ട് മാത്രമേ നമുക്ക് മസാല ചേർക്കാനായിട്ട് പറ്റൂ. ഒരുമാതിരി ഗോൾഡൻ ആകുമ്പോൾ നമ്മുടെ തക്കാളിക്കായും കൂടി ഇട്ട് വഴറ്റണം. എന്നിട്ട് അതിൻ്റെയും ആ പച്ച മണമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറാകണം. നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമ്മൾ വഴറ്റുക. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്നിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർക്കുകയാണ്. ഇനി നല്ലവണ്ണം ഒന്ന് വഴറ്റുക. ആ പച്ചമണം മൊത്തം ഒന്ന് മാറി നല്ല ബ്രൗൺ കളറാകണം. എണ്ണ കുറച്ചുകൂടി വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒരു 2 സ്പൂൺ, അതുകൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ മഷ്റൂം നാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം.
വെള്ളം അധികം ഒഴിക്കരുത്. അതൊന്ന് വേകാൻ പാകത്തിന് നമുക്ക് എണ്ണയുണ്ട്, എന്നാലും ഒരു ശകലം വെള്ളം നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്കത് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കണം. നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പാലപ്പത്തിനും വെള്ളയപ്പത്തിനും എല്ലാം ഇത് അടിപൊളിയാണ്. അതും ഇപ്പം നോയമ്പ് കാലമായതുകൊണ്ട് നമുക്കിത് അടിപൊളിയായിട്ട് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ തിളച്ചു വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നൊന്നും അല്ലല്ലോ. എല്ലാം മസാലകളെല്ലാം വീട്ടിൽ കാണും. പിന്നെ മഷ്റൂം മാത്രം മതി. ഇപ്പോൾ ഇത് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നോയമ്പ് സീസൺ ആയതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.